കോൺഗ്രസ് ഒരിക്കലും വോട്ടിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കൂട്ടുനിൽക്കാറില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങളെ അവരുടെ സ്വൈര്യ ജീവിതം തകർത്ത് അവരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല, നാളെയും സ്വീകരിക്കില്ല. ആർട്ടിക്കിൾ 26 മഹാനായ അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഈ നാട് നൽകിയതാണ്. ആർട്ടിക്കിൾ 26 ഫ്രീഡം ഓഫ് റിലീജിയൻ. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലീജിയൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടന നമുക്ക് നൽകിയതാണ്, ആരുടെ ഔദാര്യമല്ല, എല്ലാവർക്കും കൊടുത്തതാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ അനുസരിച്ച് അള്ളാഹുവിന്റെ പേരിൽ ചേർന്ന് ആ സ്വത്ത് ദാനം ചെയ്താൽ അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നു. ആ വഖഫ് പ്രോപ്പർട്ടി ആര് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത്? വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡിനകത്ത് മുസ്ലിങ്ങളല്ലാത്തവർ ഇരിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് അവരുടെ വിശ്വാസങ്ങളിൽ കൈകടത്തലല്ലേ? ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ചു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആണ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെ പരിപാലിപ്പിക്കുന്നത്. ആ ക്ഷേത്രം ദേവസ്വം ബോർഡിൽ ഹിന്ദു MLA-മാരുടെ ഒരു പ്രതിനിധിയുണ്ട്. കേരള നിയമസഭയിലെ MLA-മാരുടെ അല്ല, കേരള നിയമസഭയിലെ ഹിന്ദു MLA-മാരുടെ പ്രതിനിധിയാണ് ദേവസ്വം ബോർഡിലുള്ളത്. നമ്മുടെ കാലത്ത് UDF-ന്റെ കാലത്ത് അത് ഹിന്ദു വിശ്വാസികളുടെ പ്രതിനിധിയായിരുന്നു. അവിടെ ഒരു ഡിബേറ്റ്, വിശ്വാസമില്ലാത്ത ഹിന്ദു എന്തിനാണ് ദേവസ്വം ബോർഡിൽ ഇടപെടുന്ന ചോദ്യം ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ഹിന്ദു MLA-മാരുടെ പ്രതിനിധിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലമായ വൈഷ്ണോദേവി ക്ഷേത്രം, ആ വൈഷ്ണവ ക്ഷേത്രത്തിന്റെ CEO എന്ന് പറയുന്നത് ഗവർണർ, അവിടുത്തെ ഗവർണറാണ്, ലഫ്റ്റനന്റ് ഗവർണർ. അവിടെ ആ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ലഫ്റ്റനന്റ് ഗവർണർ ഹിന്ദു അല്ലാത്ത ഒരാൾ വന്നാൽ ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഹിന്ദു ആയിരിക്കണം ആ ക്ഷേത്ര ഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതാണ്. അതാണ് ന്യായം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തതാണ് ന്യായം. വൈഷ്ണോദേവി ക്ഷേത്രം ചെയ്തതാണ് ന്യായം. വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള പരിപാലനവും അത് ഹൈജാക്ക് ചെയ്യാൻ, പിടിച്ചെടുക്കാൻ അവിടെ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിങ്ങളായ ആളുകളെ മുഴുവൻ തിരികെ കയറ്റിയാൽ അവിടുത്തെ തർക്കം നിൽക്കാനുള്ള എല്ലാ അധികാരവും ജില്ലാ കളക്ടർക്ക് കൈമാറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ ഉദ്ദേശിച്ചത് ഈ നാട്ടിലെ റിലീജിയസ് ഫ്രീഡം തകർക്കുക എന്നുള്ളതായിരുന്നു, ഭരണഘടനയെ തകർക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഇന്നലെ തുടങ്ങിയ ക്രിസ്ത്യാനി, നിങ്ങളാ ചോദിച്ചോട്ടെ, വഖഫ് ബിൽ പാസ്സാക്കിയതിന്റെ തൊട്ട് പിറ്റേന്ന് 2021 ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ്. കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് വഖഫിൽ മുസ്ലിങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾക്കാണ്. ആരാ കണ്ടുപിടിച്ചത്? ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കാൾ പ്രോപ്പർട്ടി കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഓർഗനൈസർ, RSSന്റെ മുഖപത്രം. അവർ 2021 അത് എഴുതി, പോട്ടെ, അത് എഴുതി. പക്ഷെ വഖഫ് ബിൽ പാസ്സായതിന്റെ തൊട്ട് പിറ്റേ ദിവസം അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓർഗനൈസർ ഉദ്ദേശിച്ചത് എന്താണ്? വ്യക്തമല്ലേ? അപ്പൊ ഇനി അടുത്ത ഇര മുസ്ലിങ്ങളെ കഴിഞ്ഞു, ഇനി അടുത്ത ഇര നിങ്ങളാണെന്നുള്ള സൂചനയാണ് ഓർഗനൈസർ കൃത്യമായി നൽകിയത്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഏറ്റവും ശക്തമായി അതിനെ പ്രതികരിച്ചപ്പോൾ അവസാനം അത് പിൻവലിച്ച് തലയൂരേണ്ടി വന്നു. തൽക്കാലത്തേക്ക് അവർക്ക് പിൻവലിച്ച് തലയൂരുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം വ്യക്തമാക്കി, അവരുടെ ഹിഡൻ അജണ്ട എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം.